ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. യെസ്, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ, അടിപൊളിയായിട്ട് പഠിക്കുക. ഇത്രയും ദിവസങ്ങള് മറ്റു വിഷയങ്ങളൊക്കെ പഠിച്ചതുപോലെ നമുക്ക് മലയാളവും അടിപൊളിയായിട്ട് എഴുതണം. ഓക്കെ, അപ്പോ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ മെഗാ മാരത്തോണിലൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾക്ക് സംഭാഷണം എഴുതാം എന്നുള്ളൊരു ചോദ്യം, കത്ത് എഴുതാം എന്നുള്ള ചോദ്യം ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നൊരു കത്ത് പഠിപ്പിച്ച് തന്നാലോ നിങ്ങളെ? കത്തെഴുതുക എന്ന് പറയുന്നത്, കത്തെഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആർക്കു വേണ്ടിയിട്ടും കത്തെഴുതാം അല്ലെ. അപ്പൊ കത്തെഴുതുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമുക്കറിയാം. ഇതൊരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുൻവർഷ ചോദ്യമാണേ. നോക്കൂ, മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ റാണി കൂട്ടിലടച്ചു വളർത്തിയിരുന്ന തത്തമ്മയെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ദാ അല്ലെ, എന്നിട്ട് അത് ആകാശം നോക്കി പറന്നിട്ടുണ്ടായിരുന്നു. കൂട്ടിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് തത്ത പറന്നുയരുന്നു. സ്വതന്ത്ര ലോകത്തെത്തിയ തത്ത റാണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുകയാണ്. എന്തായിരിക്കും തത്ത എഴുതിയിട്ടുണ്ടാവുക നോക്കട്ടെ. അപ്പോ റാണിക്കാണ് കത്ത് എഴുതുന്നത്. തത്ത നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, തത്തയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും. തത്തയുടെ അച്ഛനും അമ്മയും അല്ലെ എല്ലാവരും എന്താണ്, ഹാപ്പി ആയിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞുകൊണ്ട് തത്ത ഒരു കത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോ തത്ത റാണിക്ക് കത്തെഴുതുന്നത്, പ്രിയപ്പെട്ട റാണിക്ക് എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലെ. പ്രിയപ്പെട്ട റാണിക്ക്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓർമ്മയില്ലേ? റാണി ദാ കൂട്ടിലുണ്ടായിരുന്ന തത്തയെ പറത്തി വിട്ടതാണ്. ആ തത്തയാണേ കത്തെഴുതുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്ത് വേണം? ദാ ആദ്യം നമുക്ക് എഴുതണം പ്രിയപ്പെട്ട റാണി അല്ലെ, പ്രിയപ്പെട്ട റാണി. എന്നിട്ടോ അഭിസംബോധനയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ഇതൊക്കെ ഇടാം. കണ്ട, നിനക്ക് സുഖമല്ലേ? നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അച്ഛന്റെയും അമ്മയുടെയും കൂടെ തെങ്ങിന്റെ പൊത്തിലിരുന്നാണ് ഇപ്പോൾ ഞാൻ ഈ കത്ത് എഴുതുന്നത് അല്ലെ. അച്ഛന്റെ അമ്മയുടെയും കൂടെ എത്തി തത്ത. അപ്പൊ നമ്മള് ആദ്യം ചോദിക്കുക, നിനക്ക് സുഖമല്ലേ അല്ലെ. പിന്നെയോ, നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എന്താ സന്തോഷം? അച്ഛന്റെയും അമ്മയുടെയും കൂടെ തെങ്ങിന്റെ പൊത്തിലിരുന്നാണ് ഇപ്പോൾ ഞാൻ ഈ കത്ത് എഴുതുന്നത് അല്ലേ. അപ്പോ ഇല്ലെങ്കിൽ എന്ത് പറയാ? അച്ഛന്റെയും അമ്മയുടെയും കൂടെ തെങ്ങിന്റെ പൊത്തിലാണിപ്പോൾ ഞാൻ, അങ്ങനെയും പറയാം അല്ലേ. എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവർ. എന്നെ കണ്ടതും അവർ പൊട്ടിക്കരഞ്ഞു അല്ലേ. എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു, എന്നെ കാണാതെ അവർ പൊട്ടിക്കരഞ്ഞു, ഞാനും കരഞ്ഞു. റാണി അങ്ങനെ പറയാം, ഇതിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. റാണി എന്നെ തുറന്നു വിട്ടതിന് ഒരു താമതിയെ. റാണി എന്നെ തുറന്നു വിട്ടതിന് നിനക്ക് ഒരുപാട് നന്ദി. ഒരു ദിവസം ഞങ്ങൾ നിന്നെ കാണാൻ വരും അല്ലെ. ഒരു ദിവസം ഞങ്ങൾ നിന്നെ കാണാൻ വരും. സ്നേഹത്തോടെ കുഞ്ഞിത്തത്ത അല്ലെ. ഇങ്ങനെ ഇവിടെ ഒരു അഭിസംബോധന വേണം. ഇവിടെ സ്നേഹത്തോടെ കുഞ്ഞിത്തത്ത. നമ്മൾ സാധാരണ ഡേറ്റ് ഒക്കെ എഴുതാറുണ്ട്. വേണമെങ്കിൽ ഡേറ്റ് എഴുതാം. അപ്പൊ തത്തയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും തീയതിയും സ്ഥലവും, ഇപ്പൊ സ്ഥലം എവിടെയാ? ഏഴിമലക്കാട് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. അപ്പൊ തീയതിയും സ്ഥലവും കൂടി എഴുതാം. ഇതേ സംഗതി ഇവിടെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കത്ത് എഴുതുക. എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു കത്ത് എഴുതാം. ഇനി എനിക്ക് പറയാനുള്ളത് നോക്കണേ, ഇനിയിപ്പോൾ 4ാം ക്ലാസ്സിലേക്കല്ലേ. 4ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അടിപൊളിയായിട്ട് പഠിക്കണം. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എജുഫെസ്റ്റ് ഓഫർ നടക്കുന്നുണ്ട് സൈലത്തിലെ എജുഫെസ്റ്റ് ഓഫറിന്റെ ഭാഗമായിട്ട് 10% ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്ര? 10%. അപ്പോൾ സൈലത്തിന്റെ എജുഫെസ്റ്റ് ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു 10% സ്വന്തമാക്കുക. ഇവിടെ എന്താണെന്നറിയോ, ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രമല്ല, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ട്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഓരോ യൂണിറ്റ് കഴിയുന്ന സമയത്തും അതിൻ്റെ നോട്ടും
ഓരോ ലൈവ് കഴിയുമ്പോഴും അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. യൂണിറ്റ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തി കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു പോകുന്ന വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. അങ്ങനെ ഒരു ബാച്ചാണ്. അപ്പോൾ ഒരു ബേസ് പ്ലാൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു ബാച്ചും ഉണ്ട്. ഇനി കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് അപ്കമിങ് ബാച്ചസ് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് എൻഡ് ഗെയിം ബാച്ചൊക്കെ ഉണ്ടാവും, റിവിഷൻ ബാച്ചൊക്കെ, അതും കൂടെ നിങ്ങൾക്ക് വേണം. അതിൻ്റെ ഒരു ആക്സസും കൂടെ നിങ്ങൾക്ക് വേണം. ലാസ്റ്റുള്ള ഒരു പുതിയൊരു ബാച്ച് തുടങ്ങും. അതായത് ഇതിൻ്റെ എന്നാ നല്ല രീതിയിൽ റിവിഷനൊക്കെ ചെയ്യുന്ന ഒരു ബാച്ച്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മക്കൾ എന്ത് ചെയ്യുക, പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്പർ കേട്ടോ, 9995400800 എന്ന് പറയുന്ന നമ്പറാണ്. മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് ഒരു 5 വിന്നേഴ്സിന് എന്താണ് സ്മാർട്ട് വാച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്മാർട്ട് വാച്ചൊക്കെ വേണമെങ്കിൽ ഇപ്പം തന്നെ ലേറ്റ് ആക്കണ്ട, എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പ്രാണ ബാച്ചിൻ്റെ ഈ ഒരു ഓഫർ പ്രൈസിലങ്ങ് ജോയിൻ ചെയ്യുക. സോ നമുക്ക് അവിടെ കാണാം. ലൈവ് ഒന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ബൈ, ടേക്ക് കെയർ.